എന്റെ പൊന്നു ചെക്കന്മാരെ, ഈ 100 ലിറ്റർ പാലുണ്ടല്ലോ, 100 ലിറ്റർ പാല് ഈ കാണുന്ന സീഡ്, ഈ കുരു ഉണ്ടല്ലോ, ആ കുരു ഈ 100 ലിറ്റർ പാലിലിട്ട് തിളപ്പിച്ചിട്ട് ഇതിന്ന് കിട്ടുന്ന പൊടി ഉണ്ടല്ലോ, ഈ പൊടി നിങ്ങളുടെ ലൈംഗിക പ്രശ്നങ്ങൾ നേച്ചറലായിട്ട് പ്രകൃതിദത്തമായിട്ട് പരിഹരിക്കും എന്നുള്ളതാണ്. അത് എന്താണ് ഏതാണെന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാ. ആദ്യം നമ്മൾ ഒന്ന് പുഴുങ്ങിയെടുക്കുക. അപ്പൊ 100ാമത്തെ ലിറ്റർ ഒഴിക്കാൻ പോവാണ്. ഈ പാലങ്ങടെ, ഈ പാലിലേക്ക് നമ്മൾ നേരെ ആ കുരു അങ്ങോട്ട് തട്ടുണ്ടോ. ഈ കുരു കണ്ടിരിക്കാൻ ജേഷുവായി പിടിച്ചോളി. ഓക്കെ, ഈ കുരു ഇതിലേക്ക് ഇങ്ങനെ പാർന്ന് കൊടുത്ത് എല്ലാ കുരു ഇതിലേക്ക് അങ്ങോട്ട് ഇടും. 100 ലിറ്റർ പാലിലാണ് ഇടുന്നത് എന്നുള്ള ഓർക്കണേ. എന്നിട്ട് ഇതിന്ന് കിട്ടുന്ന പൗഡറാണ് നിങ്ങളുടെ ലൈംഗിക പ്രശ്നങ്ങളെല്ലാം പ്രകൃതിദത്തമായിട്ട് പരിഹരിക്കപ്പെടും എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽ ആണ് നമ്മൾ ഇന്ന് അറിയാൻ പോകുന്നത്. ഇത് പിടിച്ചോളൂ. ഓക്കെ, ചേച്ചിമാരെ തിളപ്പിച്ചതിന് ശേഷമുള്ള പരിപാടികൾ. അല്ല ജയേഷ് ഭായി, 100 ലിറ്റർ പാലിൽ ഒരു കുരുട്ട് പുഴുകുന്നു, അതിന്ന് ഒരു പൗഡർ കിട്ടുന്നു, ആ പൗഡർ കൊണ്ട് നിങ്ങൾ കുറെ റിസൾട്ട് ഉണ്ടാക്കുന്നു പറഞ്ഞ് എന്തത് സംഭവം? ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ലോകത്ത് നാച്ചുറൽ ആയിട്ട് പ്രകൃതിദത്തമായിട്ടും നമുക്കൊരു ദാമ്പത്യത്തിൽ ഉണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങളെ പരിഹരിക്കാൻ, അതായത് സെക്ഷൽ ലൈഫിലാണെങ്കിലും കുഞ്ഞുങ്ങളില്ലാത്തവർക്കാണെങ്കിലും ഷുഗർ മൂലം ഉണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങൾക്ക്, ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾക്ക് പരിഹാരമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഹെൽത്ത് ഡ്രിങ്ക് ആണ്. എത്ര കാലമായിട്ട് ഇത് ചെയ്തുകൊണ്ടിരിക്കണ്ടേ? എത്ര കാലം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 24-25 വർഷമായിട്ട് നമ്മൾ ഈ മേഖലയിലുള്ളതാ. നിങ്ങളുണ്ട്? എന്നു പറഞ്ഞാൽ എന്റെ ഫാദറാണ്, പപ്പയാണ് ജോയി പാരമ്പര്യം. ജോയി കുരില്ലാങ്ങാട്ട് വന്ന് ദൃശ്യമാധ്യമങ്ങളിൽ, മനോരമ, മംഗള, ഒരുപാട് ദൃശ്യമാധ്യമങ്ങൾ അടക്കം ഈ കൃഷിയെ പറ്റിയും സംസ്കരണത്തെ പറ്റിയും പൗഡറിനെ പറ്റിയും ഒരുപാട് അവാർഡുകൾ വരെ മേടിച്ചിട്ടുള്ള എന്റെ ഫാദർ എന്ന് പറയുന്ന മനുഷ്യൻ. അപ്പൊ 26 വർഷമായിട്ട് ഈ മേഖലയിൽ ഉണ്ട് എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പൊ റിസൾട്ട് എന്ന് പറയുന്നത് എന്തൊക്കെ ടൈപ്പ് റിസൾട്ടാണ് വന്നിട്ടുള്ളത്? നമുക്ക് ഇതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു സാധനമാണ്. അതായത് ഒരു ഹെൽത്ത്, അതായത് ഓർമ്മശക്തി, ബുദ്ധിശക്തി, കായികശേഷി, കർമ്മശേഷി, ലൈംഗിക ശേഷി, അങ്ങനെ എല്ലാ ശേഷികളെയും ഉത്തേജിപ്പിക്കാനുള്ള പവർ ഇതിനുണ്ട്. അതായത് നമ്മുടെ സർവ്വനാഡീ ഞരമ്പുകളെ സ്റ്റിമുലേറ്റ് ചെയ്ത് അങ്ങോട്ടേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ കാര്യങ്ങളും ക്ലിയർ ചെയ്യാനുള്ള പവർ ഇതിനുണ്ട്. ഓക്കെ, ഇത്രത്തോളം പവർഫുൾ ആയിട്ടുള്ള കുരു എന്ന് പറയുമ്പോൾ ഇത് എന്ത് കുരുവാണ് ആക്ച്വലി? നായ്ക്കുർണ എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടോ? ഭയങ്കര ചൊറിച്ചിലുണ്ടാവുന്ന സാധനം. ഈ സാധനത്തിനെ നമ്മളുടെ തന്നെ തോട്ടത്തിൽ കൃഷി ചെയ്ത് വർഷങ്ങളായിട്ട് നമ്മൾ തോട്ടത്തിൽ കൃഷി ചെയ്ത് അതിനെപ്പറ്റി വീഡിയോസും ഫീച്ചറും കാര്യങ്ങൾ 2004 തൊട്ട് നമ്മൾ 2003, 2004 നമുക്ക് കർഷകശ്രീ അവാർഡ് വരെ കിട്ടിയിട്ടുള്ളത്, നമ്മുടെ തോട്ടത്തിനും കാര്യങ്ങൾ അവാർഡ് വരെ മേടിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അന്ന് തൊട്ട് നമ്മൾ ഈ പ്രോസസ്സിങ് തുടങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സിംഗ് ആണ്. ഇന്നത്തെ കാലത്ത് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക്, അതായത് ദാമ്പത്യ ബലഹീനതകൾക്കും കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികൾക്കും ഷുഗർ മൂലം ഉണ്ടാകുന്ന ഈ നാഡീ തളർച്ചകൾക്കൊക്കെ ഒരുപാട് മോഡേൺ മെഡിസിൻ ഇന്നത്തെ കാലത്ത് അവൈലബിൾ ആണ്. പക്ഷെ ഇതെന്ന് പറയുന്നത് നാച്ചുറൽ ആണ്, പ്രകൃതിദത്തമായിട്ടുള്ള, പ്രകൃതി നമുക്ക് തരുന്നതാണ്. അതിനെ നമ്മൾ അറിഞ്ഞ് അതിനെ നമ്മൾ അനുഭവത്തിൽ വരുമ്പോഴാണ് അതിന്റെ റിസൾട്ടും കാര്യങ്ങളും നമുക്കത് അനുഭവത്തിൽ വരുന്നത്. ഓക്കെ ഓക്കെ. അപ്പൊ ഇതിന് വേറെ സൈഡ് എഫക്റ്റോ കാര്യങ്ങളോ? ഇതും കൊണ്ട് യാതൊരു ബുദ്ധി, ഇതിനു വേണ്ടി എല്ലാ പഠനങ്ങളും നമ്മൾ നടത്തിയിട്ടുള്ളതാണ്. ഇതിനെ വർഷാവർഷം ഇതിന്റെ ട്രീറ്റ്മെന്റ് രീതികളും ഇതിന്റെ ലാബ് ടെസ്റ്റ് കാര്യങ്ങൾ, എനിക്ക് എക്സ്പോർട്ട് അടക്കം, എക്സ്പോർട്ട് ലൈസൻസ് അടക്കം ഉള്ളതാണ്. ഞാൻ എക്സ്പോർട്ട് വരെ കയറ്റി വിടുന്നു, പുറത്തേക്ക് കയറ്റി വിടുന്നു. ഈ പൗഡറിന് ഈ പറഞ്ഞ മാതിരി ലാബ് ടെസ്റ്റും കാര്യങ്ങളും ലൈസൻസും എല്ലാം ഉണ്ട്, എല്ലാ സംഭവം. ഇന്ന് ഇന്ത്യ ഗവൺമെന്റ് അംഗീകരിച്ചിട്ട് എല്ലാവരും സർട്ടിഫിക്കേഷനും കൂടിയിട്ടുള്ളതാണ് നമ്മൾ ഇത് കൊടുക്കുന്നത്. ഓക്കെ. ജെ ഹെർബൽസ് എന്നുള്ള നിങ്ങളുടെ ഈ സ്ഥാപനത്തിൽ നിന്ന് കൊടുക്കുന്ന നായ്ക്കുറ പൗഡർ ഉണ്ടല്ലോ, അത് എങ്ങനെയാണ് പ്രോസസ് ചെയ്യുന്നത്? എവിടുന്നാണ് അതിന്റെ തുടക്കം? പറഞ്ഞുതരാം. ഇതെന്ന് ജെ ഹെർബൽസിന്റെ ഈ സക്സസ് പ്ലസ് എന്ന ഈ ബ്രാൻഡ് നമ്മളുടെ തന്നെ തോട്ടത്തിൽ കൃഷി ചെയ്ത് നമ്മളുടെ തന്നെ ഫാക്ടറി ഇവിടെ തന്നെ ട്രീറ്റ്മെന്റ് ചെയ്ത് കൊടുക്കും. പിന്നെ അത് പുറത്തുനിന്നുള്ളത് ഈ പാല് മാത്രമേ ഉള്ളൂ, ഗ്യാസും. ബാക്കി ഇത് നമ്മുടെ തോട്ടത്തിൽ കൃഷി ചെയ്തെടുക്കുന്നതാണ്. കൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പുതുമഴയ്ക്ക് വിത്തിറക്കും, വിത്ത് ഭാഗം പുതുമഴയ്ക്ക് പറമ്പ് വൃത്തിയാക്കി. ആദ്യമൊക്കെ നമ്മുടെ പറമ്പത്തായിരുന്നു, പിന്നീട് ലീസ് എടുത്ത് പറമ്പ് കൃഷി ചെയ്യും. ഇപ്പൊ പണിക്കാരെ അങ്ങനെ കിട്ടാൻ വളരെ കുറവ്, ഇത് ഭയങ്കര ചൊറിച്ചിലുള്ള ടഫുള്ള ജോലിയായതുകൊണ്ട് പണിക്കാരെ അങ്ങനെ കിട്ടാൻ കുറവുള്ളതായിട്ട് നമ്മൾ സ്ഥലങ്ങൾ മാറി നോക്കി കൃഷി നടത്തുന്നത്. അപ്പം പുതുമഴയ്ക്ക് വിത്തിറക്കുന്നു, അത് വിത്ത് മുളച്ച് വരുമ്പോൾ ചുള്ളി കൊത്തി കൊടുത്ത് അതിനെ നമ്മൾ പന്തലെ കയറ്റി ഒരു 6 മാസം കൊണ്ട്, അതായത് പുതുമഴയ്ക്ക് ഡിസംബർ ജനുവരിക്ക് മഞ്ഞു കൂട്ടി വെളുപ്പിന് ഇതിന് വിളവെടുപ്പാണ്. ആ സമയത്ത് വിളവെടുപ്പ് അവിടുന്ന് ആ കളത്തിൽ തന്നെ ഇട്ട് ഇതിന്റെ തൊങ്ങലും മറ്റേ പുറത്തെ രോമങ്ങളും കാര്യങ്ങളും കൊടുത്ത് അവിടുന്ന് ഒരു നിരക്ക് അല്ല, അത് ഈ പൂവിനടക്കം ചൊറിച്ചിട്ടുണ്ട്. ഈ തോട്ടത്തിൽ കയറുമ്പോൾ പൂ തൊട്ടാലും ചൊറിയും. പിന്നെ ഈ സീഡ് മൂത്ത് കഴിയുമ്പോഴാണ് ചൊറിച്ചിലുണ്ടാവുക. എന്നിട്ട് ആ കുരുവിനെ ഇവിടെ അവിടുന്ന് ആ കുരു തന്നെ ആക്കി ചാക്കിനാക്കി ഇവിടെ കൊണ്ടുവന്നിട്ട് പിന്നീട് പ്രോസസ്സിംഗാണ് നമ്മളിപ്പോ നേരത്തെ നടത്തിയത്. നമ്മൾ അവിടുന്ന് കഴുകി വാരി, മൊയ്തിക്ക ഉണ്ടല്ലോ, മൊയ്തിക്ക ഉണ്ടല്ലേ, അവിടെ നമ്മൾ കഴുകി വാരി ഇവിടെ കൊണ്ടുവന്ന്
ഈ പാലിനകത്ത് സംസ്കരണം തുടങ്ങുവാണ്. ഇനിയാണ് ബാക്കി പ്രോസസ്സിംഗ് നടക്കുന്നത്. ഈ കുരു പുഴുങ്ങിയാൽ പോരെ? പുഴുങ്ങാൻ പാലന്നെ വേണം. വെള്ളത്തിലിട്ട് പുഴുങ്ങിയാൽ ഈ കുരു പുഴുങ്ങൂലേ? അത് സാറ് ചോദ്യം കറക്റ്റാണ്. നമുക്കിവിടെ ഇഷ്ടംപോലെ ഫാമുകളുണ്ട്. ഫാമിൽ നമ്മൾ തലേദിവസം ഫാമിൽ പറഞ്ഞേപ്പിച്ചിട്ട് അവിടുന്ന് പാല് പ്രത്യേകം പറഞ്ഞേപ്പി രാവിലെ കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്നിട്ട് ആ പാലിലാണ് നമ്മൾ ട്രീറ്റ്മെന്റ് നടത്തുന്നത്. മായമില്ലാത്ത അത്രയും ശുദ്ധമായിട്ടുള്ള പാല്, അത്രയും ശുദ്ധമായ പാല്. അപ്പൊ ഈ പാൽ പുഴു എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇതിനൊരു വിഷാംശമുണ്ട്, ഒരു എണ്ണമയമുണ്ട്, ഒരു കട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് കളഞ്ഞു കിട്ടണം. ഇതൊക്കെ ഇതിന് ആ മണിക്കൂറുകളോ ഇതിനകത്ത് പാലിനെ സംസ്കരിച്ച് കഴിയുമ്പോഴാണ് ഈ സാധനമൊക്കെ റിമൂവ് ആയി നമുക്ക് വേണ്ട ഒരു സീഡ് കിട്ടുക, ആയുർവേദ ട്രീറ്റ്മെന്റ് സീഡ് കിട്ടുക. അത് വരുമ്പോൾ അറിയാം, സീഡ് പിടിക്കുമ്പോൾ സീഡ് പിടിച്ച് ഒടുക്കി നോക്കുമ്പോൾ അറിയാം ഉള്ളും പൊട്ടും തെറ്റായ പൊട്ടുവാണെങ്കിൽ കറക്റ്റായ വേവാണ് എങ്കിൽ ഈ ട്രയലിൽ കയറ്റി കഴിഞ്ഞാൽ 1.5 ദിവസം 2 ദിവസം വേവിന് ട്രയലിൽ കയറ്റി കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ആ തോട് വേറെ, അതിന്റെ സീഡ് വേറെ, തോട് വേറെ ഇങ്ങനെ പൊട്ടിയിരിക്കും, പൊട്ടിയിരിക്കും. അതാണ് മില്ലിൽ കൊടുത്ത് മില്ലിൽ നമ്മുടെ തന്നെ അതൊന്ന് ഈ തോട് വേറെ അതിന് തോട് വേറെ എടുത്ത് ആ പരിപ്പിനെയാണ് നമ്മൾ പൊടിച്ച് പൗഡർ ആക്കുന്നത്. അപ്പൊ ആ ഈ ഒരു പരിപ്പില് വെറും നായ്ക്കുറിനെ മാത്രമല്ല ഈ പാലിന്റെ അംശം കൂടിയിട്ട് ഇതിലേക്ക് കയറി. ആ പൗഡറാണ് നിങ്ങൾ ഈ പൗഡർ ആയതിനു ശേഷം വേറെ എന്തെങ്കിലും ചെയ്യാനുണ്ടോ അതില്? ഇല്ല, പൗഡർ ആയിട്ട് ഒന്നും ചെയ്യാനില്ല. അതിന് ട്രീറ്റ്മെന്റ് എല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് പ്രോസസിംഗ് ആണ് ഈ പൗഡർ എന്ന് പറയുന്നത് അല്ലേ? ആ പൗഡർ നേരെ പാക്ക് ചെയ്തിട്ട് നിങ്ങൾ കൊടുക്കണം. ഒരു അമേസിംഗ് റിസൾട്ട് ഉള്ള സാധനമാണ് ഈ പൗഡർ എന്ന് പറയുന്നത്. അല്ല, ഈ പൗഡർ എങ്ങനെയാണ് സേവിക്കേണ്ടത്? അത് നമ്മൾ പാലിലാണ്, പാലിൽ പുഴുങ്ങി പാലിൽ കഴിക്കുന്നതാണ് ആയുർവേദം പറയുന്ന ഒരു ട്രീറ്റ്മെന്റ്. അപ്പൊ ഇത് എങ്ങനെയാണ് കഴിക്കേണ്ട വിധം? അത് ഓരോരുത്തർ കഴിക്കേണ്ട രീതികളുണ്ട്. പാലിനകത്ത് ഞങ്ങളിത് കൊടുക്കുന്ന ഓരോ നേരം കഴിക്കേണ്ട ചെറിയ ടീ ബാഗ് പോലെ ചെറിയ പൗച്ചുകളായിട്ടാണ് ഞങ്ങൾ കൊടുക്കുന്നത്. അത് പാലിലോ പാലിൻ വെള്ളത്തിലോ അല്ലെങ്കിൽ ചൂടുവെള്ളത്തിലോ തേനിലോ നമുക്ക് എങ്ങനെ വേണമെങ്കിലും കഴിക്കാം. അത് രോഗി വിളിക്കുന്ന കസ്റ്റമർ എന്താണ് എങ്ങനെയാണ് അവരുടെ അതിന് ആവശ്യത്തിനനുസരിച്ച് നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണ്. നമ്മുടെ ജെ ഹെർബൽസിന്റെ സക്സസ് പ്ലസ് എന്നുള്ള ഈ ഒരു നായ്ക്കുറ പൗഡർ ശരീരത്തിൽ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? ഏതൊക്കെ ടൈപ്പ് ആളുകൾക്കാണ് ഇത് ഗുണകരമാവുന്നത്? ഇത് ഗുണകരമായിട്ട് നമുക്ക് മെയിനായിട്ട് ഷുഗർ രോഗികൾക്ക്, ഷുഗർ വന്നു കഴിഞ്ഞാൽ നമ്മുടെ നാഡീ ഞരമ്പുകൾക്ക് ബലക്ഷയം സംഭവിക്കുകയാണ് ഫസ്റ്റ്. അപ്പൊ ഷുഗർ ഇതിനൊരു വില്ലൻ തന്നെയാണ്. ദാമ്പത്യത്തിൽ വലിയൊരു വില്ലനാണ് ഷുഗർ വരുന്നത്. ഷുഗറിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നതും അതുമൂലം ഉണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങളെ പ്രിവെന്റ് ചെയ്യാൻ പറ്റും. സെക്കൻഡ്, കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികൾക്ക്, അതായത് സ്പേം കൗണ്ട്, മോട്ടിലിറ്റി, മോർഫോളജി, ഇതുമായി ബന്ധപ്പെട്ട് കഴിക്കുവാണെങ്കിൽ ഒരു 3 മാസം നമ്മൾ ഇത് മുടങ്ങാണ്ട് കഴിക്കുവാണെങ്കിൽ 10% തൊട്ട് 40% വരെ സ്പേം കൗണ്ടും അതിന്റെ മോട്ടിലിറ്റിയോ മോർഫോളജിയോ നമുക്ക് കൂട്ടാൻ പറ്റുന്നതാണ്. ശാസ്ത്രീയമായിട്ട് പ്രൂവ് ചെയ്തിട്ടുള്ളതാണ്. കാരണം അതിന് 90 ദിവസത്തിന് കണക്ക് പറയാൻ ഒരുപാട് ശാസ്ത്രീയ കാര്യങ്ങൾ പറയാനുണ്ട്. അതിനിപ്പോ പറഞ്ഞാൽ തീരുന്നതല്ല. അത് ഞാൻ ആവശ്യമുള്ളവർക്ക് അത് ചോദിക്കുമ്പോൾ പറഞ്ഞു കൊടുത്തോളൂ. പിന്നെ ഈ പറഞ്ഞ ഷുഗർ രോഗികൾക്ക്, ഷുഗർ ഒന്നും നമ്മുടെ നാഡീ ഞരമ്പുകൾക്ക് ബലക്ഷയം സംഭവിച്ച് ബ്ലഡ് സർക്കുലേഷൻ കുറയുകയാണ്. അപ്പൊ ഇത് കഴിക്കുമ്പോൾ നമ്മുടെ നാഡീ ഞരമ്പുകളെയൊക്കെ സ്റ്റിമുലേറ്റ് ചെയ്ത് അങ്ങോട്ടേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ ക്ലിയർ ചെയ്യുക. കൈകാലിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ ക്ലിയർ ചെയ്യുമ്പോൾ കൈകാൽ തരി, മുട്ടുവേദന, നടുവേദനയൊക്കെ മാറും. അതുപോലെ ലിംഗത്തിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ കാര്യങ്ങൾ ക്ലിയർ ചെയ്യുമ്പോൾ ഉദാഹരണം, അതായത് സെക്ഷൽ ലൈഫ് എന്ന് പറഞ്ഞാൽ നമുക്കിത് ആസ്വദിക്കാനും അതുപോലെ ആസ്വദിപ്പിക്കാനും പറ്റണം, എങ്കിലേ അതൊരു പൂർണ്ണതയുള്ളൂ. ഇത് നാച്ചുറലായിട്ട് കിട്ടുന്ന ഒരു സാധനമാണ് ഈ നായ്ക്കുറിന, അതുപോലെ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ. അത് നാച്ചുറലായിട്ട് പ്രകൃതിദത്തമായിട്ടുള്ളതാണ്. അപ്പൊ കുഞ്ഞുങ്ങളില്ലാത്തവർക്ക്, ഷുഗർ രോഗികൾക്ക്, പിന്നെ ഈ നാഡീ തളർച്ച കാര്യങ്ങൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഇത് ഗുണകരമാവും അല്ലേ? ഇത് നിങ്ങളുടെ സഹധർമ്മിണിയാണ് എന്നുള്ളത് അറിയാം. പേര് പറയും. എന്റെ പേര് ടീന. ടീന, ഓക്കെ. ഈ ഫീൽഡിൽ തന്നെ? ഈ ഫീൽഡ് അല്ലായിരുന്നു. ഞാൻ കല്യാണം കഴിച്ച് ഞാൻ നേഴ്സാണ്, വർക്ക് ചെയ്യുന്നുണ്ട്. എത്ര കാലമായി നിർത്തിയിട്ട്? ഞാൻ ഇപ്പം നിർത്തിയിട്ട് ഒരു 10 വർഷമായി. 10 വർഷമായിട്ട് ഈ ഫീൽഡിലാണ് ഇപ്പൊ. മൂപ്പരുടെ കൂടെ തന്നെ ഈ ഫീൽഡുമായിട്ട് എങ്ങനെ? ഇഷ്ടമില്ലായിരുന്നു. ഞാൻ ചേട്ടയുടെ കൂടെ കൂടിയ ശേഷമാണ് ഇതിലോട്ട് വന്നത്. നായ്ക്കറിനൊക്കെ പറയുമ്പോ നമ്മളെ ആൾക്കാർ കളിയാക്കൂലോ, ചൊറിച്ചില എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഈ ഫീൽഡിലോട്ട് ഇറങ്ങിയപ്പോഴാണ് ഇത് മനസ്സിലായത്, ബെനിഫിറ്റും കാര്യങ്ങളും മനസ്സിലായത്. മേഖല ഇത് ആരോഗ്യ മേഖല ആയതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇതിനെ കുറിച്ച് പറഞ്ഞും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പൊ ടീന മാം, എവിടെ നിന്നൊക്കെയുള്ള കസ്റ്റമർ എനിക്ക് കൂടുതലുള്ള? നമുക്ക് കൂടുതലും പുറത്തുനിന്നുണ്ട്, നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ ഒരുപാട് കസ്റ്റമർ ഉണ്ട്. പുറത്തുനിന്ന് പറയുമ്പോൾ യൂറോപ്പിൽ നിന്ന്, അതായത് അമേരിക്കയിൽ നിന്നുണ്ട്, മിഡിൽ ഈസ്റ്റിൽ നിന്നുണ്ട്, പിന്നെ സൗദിയ, എല്ലാ രാജ്യങ്ങളിൽ നിന്നും വരുന്നുണ്ട്. ഇവരൊക്കെ എങ്ങനെയാണ് നിങ്ങളെ ബന്ധപ്പെടല്? നേരിട്ട് നമ്മുടെ വെബ്സൈറ്റ് വഴി നമ്മളെ വിളിക്കുന്നുണ്ട്, കോണ്ടാക്ട് ചെയ്ത് ഫോൺ വഴി. അപ്പൊ അവര് ഹസ്ബൻഡിനെ വിളിക്കും, അവരെ വിളിച്ച് അവർക്ക് ഡീൽ ചെയ്യാൻ പറ്റിയതാണ് ചേട്ടായി ഡീൽ ചെയ്യും. ഇല്ലെങ്കിൽ ലേഡീസ് ഒക്കെ ആണെങ്കിൽ ഞാൻ ഫോൺ ചെയ്തിട്ട് കൂടുതലും വിളിക്കുന്ന അങ്ങനെയുള്ള ആൾക്കാരും വിളിക്കുന്നുണ്ട്. ഫാമിലി ഓറിയന്റഡ് ആണ് ഇത് കഴിക്കുന്നത് മുഴുവൻ. കാരണം വെച്ചാൽ ഈ ദാമ്പത്യ പ്രശ്നങ്ങളുണ്ടാകുന്ന ചിലർ ഭാര്യയ്ക്കായിരിക്കും പ്രശ്നം,
പുരുഷനായിരിക്കും പ്രശ്നം, പലർക്കും പല പല പ്രശ്നങ്ങളായിരിക്കും. ചിലർക്ക് പുറത്ത് പറയാൻ പറ്റാത്ത പ്രശ്നം ഉണ്ടാവും, ലേഡീസിനോട് മാത്രം പറയേണ്ട ആൾക്കാർ ലേഡീസ് ഉണ്ടാവും. അപ്പം അങ്ങനെയുള്ളപ്പോഴാണ് കൂടുതലും എന്നെ ഇവിടെ ഹെൽപ്പ് ചെയ്ത് അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ ഇതൊക്കെ എല്ലാവർക്കും പറയാൻ മടിയും ഇതൊക്കെ ഉണ്ടല്ലോ, ഇതിൽ കുറെ ഒരു സീക്രസി ഒക്കെ പ്രൈവസി ഒക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ നിങ്ങൾ അതേമാതിരി തന്നെ അത് സൂക്ഷിച്ചുകൊണ്ടാണ് അല്ലേ? JJ ഹെർബൽസിന്റെ സക്സസ് പ്ലസ് എന്നുള്ള ഈ ഒരു പൗഡർ കിട്ടാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത്? ഇത് കിട്ടാൻ നിലവിൽ നമ്മളിത് ഓപ്പൺ മാർക്കറ്റിൽ എവിടെ ഇല്ല. അതിന് പറഞ്ഞ മെയിൻ കാരണം എന്താ പറഞ്ഞാൽ ഇതിൻ്റെ കുറേ പ്രൈവസി ആഗ്രഹിക്കുന്നുണ്ട് ഒരുപാട് ആൾക്കാർ. ഒന്നെങ്കിൽ ഞങ്ങളുടെ വെബ്സൈറ്റ് വഴി jjherbals.com വെബ്സൈറ്റ് വഴി പർച്ചേസ് ചെയ്യാം. അതല്ലെങ്കിൽ ഈ കാണുന്ന നമ്പർ വെച്ച് ഞങ്ങളെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ പ്രശ്നങ്ങളും കാര്യങ്ങളും പറയുവാണെങ്കിൽ എന്താണ് അവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണോ, അവർക്ക് ആർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റും. പലർക്കും പല ഡൗട്ടുകളാണ്, എനിക്ക് ഉപയോഗിക്കാൻ പറ്റുമോ, കാരണം ഷുഗറുകൾക്കാണെങ്കിൽ ഒരുപാട് റെസിസ്റ്റൻസ് അവർ ഞങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുമോ, ഈ അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നമുണ്ട്. ഈ ദാമ്പത്യത്തിൽ പിള്ളേരില്ലാത്ത കുഞ്ഞുങ്ങളിൽ ഒരുപാട് ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും കഴിഞ്ഞ് നിൽക്കുന്ന ആൾക്കാരുണ്ട്. ഒരുപാട് ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും കഴിഞ്ഞ് ഇനി ഞങ്ങൾ ട്രീറ്റ്മെൻറ്റ് ഇല്ല, ഇനി ആയുർവേദം അല്ലെങ്കിൽ ഞങ്ങൾ ഓർഗാനിക് ആയിട്ട് കാര്യങ്ങൾ നോക്കട്ടെ എന്ന് പറഞ്ഞാൽ ഒരുപാട് ആഗ്രഹം. അപ്പോൾ ഒരിടത്ത് പോയാലും കൃത്യമായ റീസണോ അല്ലെങ്കിൽ ഒരു മറുപടി അവർക്ക് കിട്ടുകയില്ല. അപ്പം അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഞങ്ങളെ വിളിക്കുമ്പോൾ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി അവർക്ക് ഉപകാരപ്പെടുന്നതാണ് ഞങ്ങൾ ഇത് അയച്ചു കൊടുക്കും. അല്ലെങ്കിൽ എവിടെയാണ് വേണ്ടത് അവർക്ക് എത്തിച്ചു കൊടുക്കാനുള്ള സംവിധാനം ഞങ്ങൾ ചെയ്തു കൊടുക്കുകയാണ്. അപ്പോൾ ജയേഷ് ഭായ് താങ്ക് യു വെരി മച്ച്, വെൽ എക്സ്പ്ലെയിൻഡ്. നന്നായി പറഞ്ഞു തന്നു. നമ്മുടെ പ്രേക്ഷകർക്കും ഈ കാര്യം പിടികിട്ടിയിട്ടുണ്ടാവും. എന്തറിയോ, ലൈംഗിക പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞിട്ട് അത് നാണക്കേടായിട്ട് പുറത്ത് പറയാൻ പറ്റാതെ അത് ആരെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു കുറവുണ്ടെന്ന്, ഇതൊരു രോഗമാണ്. അപ്പോൾ അതുകൊണ്ട് എന്താ പറയുക, അതിന് ട്രീറ്റ്മെൻറ്റാണ്. ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ നാച്ചുറലായിട്ടുള്ള പ്രകൃതിദത്തമായിട്ടുള്ള ചികിത്സ എന്ന് പറഞ്ഞാൽ അതിന് ഉടൻ ഫലമില്ലെങ്കിലും അതിന് നല്ലൊരു പരിഹാരം ഉണ്ടാവും, അതുപോലെ തന്നെ സൈഡ് എഫക്റ്റും ഉണ്ടാവില്ല. അപ്പോൾ ഈ ഒരു സാധനം വാങ്ങിച്ച് കഴിക്കുക. ഈ പറഞ്ഞ മാതിരി തന്നെ നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിലോ നിങ്ങൾക്ക് കുഞ്ഞുങ്ങളില്ലാത്ത പ്രശ്നമുണ്ടെങ്കിൽ ഇങ്ങനൊന്ന് നാച്ചുറലായിട്ട് ട്രൈ ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും. മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക. ഈ വീഡിയോ ഉപകാരപ്പെടുന്ന ഒരുപാട് പേരുണ്ടാവും. അപ്പോൾ അടുത്തതുപോലുള്ള വീഡിയോ കാണും വരെ ബൈ.